ശ്രീ അരുൺമോഹൻ, ഈ CPM-ൻ്റെയും CPI-യുടെയും ഒക്കെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളാണല്ലോ തെലങ്കാന, അതുപോലെ കർണാടക. ഇവിടെയൊക്കെ വളരെ കൃത്യമായി നടപ്പാക്കുന്നുണ്ട്. കർണാടകയിൽ മാത്രം 655 സ്കൂളുകൾ PM ശ്രീ സ്കൂളുകളാണ്. അതുപോലെ തെലങ്കാനയിൽ 832 സ്കൂളുകൾ. അങ്ങനെ വളരെ കൃത്യമായി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് സർക്കാർ നടപ്പാക്കുന്ന ആ പ്രശ്നത്തെ ഒരു തരത്തിലും രാഷ്ട്രീയവൽക്കരിക്കാനോ അതിലെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് പറയാനോ ഇവിടുത്തെ CPI-യോ CPM-ഓ തയ്യാറാകുന്നില്ല. പക്ഷേ വളരെ കൃത്യമായി കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു കൃത്യമായ രാഷ്ട്രീയം. അധ്യാപകനാണ് താങ്കൾ, പക്ഷേ താങ്കൾ ഈ വിഷയത്തെ അടുത്തറിയുന്ന ആൾ എന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ഇവിടെ വളരെ കൃത്യമായി മറ്റ് ചില താല്പര്യങ്ങൾ ഈ വിദ്യാഭ്യാസ മേഖല കേന്ദ്രീകരിച്ച് നടക്കുകയല്ലേ? എന്താ സംശയം? തർക്കമില്ലാത്ത കാര്യം. പൊതുവെ ഈ ഏതെങ്കിലും സംഘടനാ ഭാഗമൊക്കെ ആയി നിൽക്കുന്നവന് തുറന്നു പറയാൻ മടിയുണ്ടെങ്കിലും രഹസ്യമായി പലപ്പോഴും നമ്മളോടൊക്കെ ആശങ്ക പങ്കുവെക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അധ്യാപകരെ, പക്ഷെ വിദ്യാർത്ഥികളുടെ ഭാവി നന്നായി കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ കളി കണ്ടിട്ട് എന്താ പറയാ, സ്വന്തം മക്കളെ ഈ പറഞ്ഞതുപോലെ CBSE സ്കൂളുകളിലും കേന്ദ്രീയ വിദ്യാലയത്തിലും നവോദയ വിദ്യാലയത്തിലും അയച്ച് പഠിപ്പിക്കുന്നവരാണ് മജോറിറ്റിയും. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാര്യം ഇങ്ങനെ ഈ രാഷ്ട്രീയം കളിക്കാനുള്ള വേദികളാക്കി പാർട്ടി ക്ലാസ്സുകൾ നടക്കുന്ന ഒരു രീതിയിലേക്ക് പാഠപുസ്തക പരിഷ്കരണം കൊണ്ടുവന്നിട്ട് എന്താ പറയാ, കാർൽ മാർക്സിനെയും ഫ്രെഡറിക് ഏംഗൽസിനെയും കുറിച്ച് ഞാൻ പേര് പോലും വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന വളരെ ചെറുപ്പത്തിലെ തന്നെ എന്റെ ബ്രെയിനിൽ കയറിയതാണ് ഈ സാധനം. ഇതുപോലെയാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഉല്ലാസ് ബാബു സഹിതം പാഠപുസ്തകത്തിലൂടെ കമ്മ്യൂണിസം പഠിച്ചവരായിരിക്കും പണ്ട്. റഷ്യൻ വിപ്ലവവും ചൈനീസ് വിപ്ലവവും ഒരു പേജിൽ കവിയാതെ എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുകയുള്ളായിരുന്നു. നേരെ മറിച്ച് വീരപഴശ്ശിയെക്കുറിച്ചോ വേലുത്തമ്പിയെക്കുറിച്ചോ 2 വാക്ക് ഒതുക്കിയിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരൊക്കെ ആത്മാഹുതി ചെയ്ത, വീരത്യാഗം ചെയ്തവരെ ആത്മഹത്യ ചെയ്തവർ എന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യം ഇങ്ങനെയാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നത് കമ്മ്യൂണിസമായിരുന്നു, കമ്മ്യൂണിസ്റ്റ്വൽക്കരണമായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അല്പം താമസിച്ചു പോയി. തിരിച്ചറിവിന്റെ കാലമായ സമയത്താണ് മജോറിറ്റി തിരിച്ചറിയുന്നത്. അതുവരെ കൊച്ചുകുട്ടികളെ അവന്റെ ബുദ്ധിവികാസം നടക്കുന്ന പ്രായത്തിൽ രാഷ്ട്രീയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇന്നും ഒരു അധ്യാപകൻ എന്നോട് സംസാരിച്ചിട്ട്, അദ്ദേഹം ഹിസ്റ്ററിയാണ് സബ്ജക്ട്, അദ്ദേഹം പറയായിരുന്നു ഈ മുഗളന്മാരെ കുറിച്ച് പഠിപ്പിച്ച് മടുത്തു എന്ന് പറഞ്ഞു. കാര്യം ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം NCERT സിലബസിൽ നിന്ന് ഒഴിവാക്കിയ സമയത്ത് വലിയ വിവാദമായ സംസ്ഥാനമാണല്ലോ കേരളം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാര്യത്തെ 9ാം ക്ലാസ്സിൽ വീണ്ടും പാഠപുസ്തകത്തിൽ വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് NCERT അതിനെ ഒഴിവാക്കി. അത് പക്ഷെ കേരളത്തിൽ പറഞ്ഞ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുവാൻ കേന്ദ്രം ഭരിക്കുന്ന BJPക്കും അതിനെ നിയന്ത്രിക്കുന്ന RSSനും ഉള്ള അജണ്ടയുടെ ഭാഗമാണ് ശാസ്ത്രീയതയെ ഒഴിവാക്കുന്നു, പകരം മിത്തുകളെ കയറ്റുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു കേരളത്തിലെ ചർച്ച. എനിക്കറിയാൻ പാടില്ല ഏത് പാഠപുസ്തകത്തിലാണ്, നമുക്ക് അക്കാഡമിക്കലി സംസാരിക്കാമല്ലോ, ഏത് പാഠപുസ്തകത്തിലാണ് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയവൽക്കരണമോ മിത്തുകളെ കടത്തിക്കൊണ്ട് എന്താ പറയാ, വിമാനം പുഷ്പവിമാനമായിരുന്നു ആദ്യ വിമാനം എന്നൊക്കെ പറഞ്ഞൊക്കെ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു അധ്യാപകൻ, എനിക്ക് വിഷമം തോന്നിപ്പോയത് അതാണ്, ഒരു അധ്യാപക സംഘടനാ പ്രതിനിധി, CPI-യുടെ അധ്യാപക സംഘടനാ പ്രതിനിധിയാണ്. അദ്ദേഹം എന്ത് കണ്ടിട്ട്, എന്ത് വായിച്ച്, എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് മനസ്സിലാവുന്നില്ല. എന്നുവെച്ചാൽ ഇത് വെറും തറ രാഷ്ട്രീയം എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും ദൗർഭാഗ്യവശാൽ. ഈ ഒരു കേരളത്തിന്റെ സാഹചര്യത്തെ കുറിച്ച് പല അവസരങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും 1140 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം. 1140. അതിലെ 850ഓളം വിദ്യാലയങ്ങൾ ഗവൺമെന്റ് വിദ്യാലയങ്ങളാണ്. 850ഓളം വിദ്യാലയങ്ങൾ. ഇതിന്റെ ടെക്നിക്കൽ പ്രശ്നം അവർ പലപ്പോഴും സംസാരിക്കാൻ പറയുന്നത് KSEB-യുടെ പെർമിഷൻ കിട്ടിയിട്ടില്ല, കെട്ടിടത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞു. ഈ കെട്ടിടങ്ങളാണ് ഇലുമിനേഷൻ ബൾബുകൾ കൊണ്ട് വല്ലാതെ അലങ്കരിച്ചതിന് ശേഷം ഇതാ വിദ്യാഭ്യാസപരമായി നമ്മൾ ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞുള്ള തള്ളുകൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ 45,000 വിദ്യാലയങ്ങളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ സ്ഥാപിച്ച സർക്കാർ എന്നൊക്കെ പറഞ്ഞ ശിവൻകുട്ടിയുടെ ഫോട്ടോയൊക്കെ വെച്ച് വലിയ രീതിയിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങനെ തന്നെ പറയണമല്ലോ.